ഞങ്ങളുടെയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത് രാജ്. ടേണിംഗ് പോയിന്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളികൾക്ക് വളരെ പരിചിതമായ ഒരു ബ്രാൻഡാണ് പവിഴം. ഇന്ന് പവിഴത്തിൻ്റെ സാരഥികളായിട്ടുള്ള മിസ്റ്റർ ജോർജ് ആൻഡ് മിസ്റ്റർ ആൻ്റണി, രണ്ടുപേരുമാണ് നമുക്കൊപ്പം ഇന്ന് അതിഥികളായിട്ട് വന്നെത്തിയിട്ടുള്ളത്. ടേണിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ഞാൻ ആദ്യം ജോർജ് സാറിൽ നിന്ന് ആരംഭിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു പവിഴത്തിൻ്റെ ഉത്ഭവം? നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് ഓർമ്മ ഉള്ള ഒരു കാലഘട്ടം, അതായത് 4ാം ക്ലാസ് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നെൽകൃഷിയിൽ നിന്നാണ് തുടങ്ങുന്നത്. കാവുങ്ങപ്പാടം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ അപ്പുറം ഒരു 14 പറക്കി നിലം കൃഷിയുണ്ട്. 14 പറക്കി നിലം എന്ന് പറഞ്ഞാൽ ഒരു പറക്കി നിലം 14 സെൻറ്റാണ്. ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ 14 പറക്കി നിലവും. അന്ന് 14 പറക്കി നിലം കൃഷി ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ കൃഷി ഈ വെള്ളം തിരിക്കാനും വെള്ളം ഉണ്ടോയെന്ന് നോക്കാൻ, വളമിടുമ്പോൾ ഈ മഴക്കാലത്ത് ഈ വെള്ളം തോട് പൊട്ടിപ്പോയിട്ടുണ്ടോ എന്ന് നോക്കാനും ഒക്കെ അമ്മ വളരെ നിർബന്ധിച്ച് പറഞ്ഞു വിടും. അപ്പൻ നേരത്തെ തന്നെ ബിസിനസ്സിൽ ഇത്തിരി വാസന ഉള്ളതാണ്. കൂടുതൽ കൃഷിയുടെ കാര്യങ്ങൾ നോക്കുന്നത് അമ്മയാണ്. പിന്നെ കുറച്ച് ജോലിക്കാർ, 2-3 ജോലിക്കാരും ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ട്. കൊയ്യാനും മെതിക്കാനും പുല്ല് പറിക്കാനും വളമിടാനും ഒക്കെ അവരെ വിടും. പിന്നെ അമ്മയും കൂടി കൊയ്യും. ഈ അമ്മ കൊയ്യണ കറ്റയൊക്കെ ഞാനും മരിച്ചുപോയ എൻ്റെ അനിയൻ ജോസും കൂടി ചോക്കും. ഞങ്ങൾക്കും അങ്ങനെ ചുമന്ന് ഉള്ള പരിചയമാണ്. ഫാദർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തനി ബിസിനസ്സിൻ്റെ ഒരു ആളായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ പാലക്കാട്, മലപ്പുറം, കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നെല്ല് വാങ്ങിച്ച് ലോറിയിൽ കയറ്റി കാലടി മില്ലുകളിൽ കൊണ്ടുവന്ന് വിൽക്കുമായിരുന്നു. എൻ്റെ ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ്. എൻ്റെ ഫാദർ തനിച്ചല്ല, ഒരു 3-4 പേര് ഷെയർ കൂടി ഒരു പഴയ ലോറി മേടിച്ച് ആ ലോറിയിൽ നെല്ല് കച്ചവടം സ്റ്റാർട്ട് ചെയ്തു. ഏതാണ്ട് നെല്ല് കച്ചവടം സ്റ്റാർട്ട് ചെയ്തത് 65-66 കാലഘട്ടത്തിലാണ്. 65-66 കാലഘട്ടത്തിൽ നെല്ല് കൊണ്ടുവന്ന് പാലക്കാട്ടത്ത് ഇവിടുത്തെ മില്ലുകളിൽ കൊണ്ടുവന്ന് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഒരു പഴയ കാലത്തെ ഒരു വലിയ ബിസിനസ്സുകാരനാണ് ഞങ്ങളുടെ ഫാദർ. മനസ്സിലായി. അന്ന് പവിഴം എന്നുള്ളൊരു ബ്രാൻഡ് ഇല്ല എന്നുള്ളൂ. പക്ഷെ പഴയ കാലത്തെ കാലടി മേഖലയിലെ, എറണാകുളം ജില്ലയിലെ തന്നെ കാലടി മേഖലയിലെ ഒരു 10-15 റൈസ് മില്ലുകാരിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് എൻ്റെ ഫാദർ, ശ്രീ എൻ വി പാപ്പച്ചൻ, മരിച്ചുപോയ ആള്. ശരി. അദ്ദേഹം നെല്ല് കൊണ്ടുവന്ന് ചെറിയ ചെറിയ മില്ലുകളിൽ കൊടുക്കും. അങ്ങനെ മില്ലുകളിൽ കൊടുത്ത് അദ്ദേഹത്തിന് തോന്നി ഈ നമുക്ക് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതിൽ കൂടുതൽ ലാഭം കിട്ടുമല്ലോ എന്നൊരു ചിന്താഗതി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ചു. അങ്ങനെ ഉദിച്ചതാണ് വീടിൻ്റെ പുറകിൽ ഒരു ചാർത്ത് എടുത്തു. എന്നിട്ട് അവിടെ ഒരു മണ്ണെണ്ണ വീപ്പ കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് ഈ നെല്ല് കൊണ്ടുവന്ന് പുഴുങ്ങി ഉണക്കി വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കളവും എടുത്തു. അങ്ങനെ ഒരു 68 മുതൽ ഏതാണ്ട് ഒരു 73 വരെ ഈ വീപ്പയിൽ പുഴുങ്ങി കളത്തിലിട്ട് ഉണക്കി ചുമന്ന് 1 കിലോമീറ്റർ ചുമന്ന് മില്ലി കൊണ്ടുപോയി കുത്തിച്ച് കേരളത്തിൻ്റെ ഏതാണ്ട് പാലായിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും മുണ്ടക്കയത്ത് നിന്നും അതുപോലെ തന്നെ എരുമേലിയിൽ നിന്നും ഒക്കെ കച്ചവടക്കാർ വരും. എന്നിട്ട് 1 ലോറി അരി തികച്ച അവർ മേടിച്ച്, അന്നൊരു മില്ലിൽ ഉണ്ടാകുന്നത് കൂടിയ ഒരു 10 ചാക്ക് അരി അല്ലെങ്കിൽ 15 ചാക്ക് അരിയാണ് അന്ന് പുഴുങ്ങി ഉണങ്ങുന്നത്. 10 ചാക്ക് അരി, 10 ചാക്ക് 15 ചാക്ക് ഇത് ഓരോ പുഴുങ്ങി ഉണങ്ങുന്ന ആൾക്കാരുണ്ട്. അവർ മില്ലുകൾ ഇട്ടേക്കണവർത്തി കൊണ്ടുപോയി കുത്തിക്കും. അപ്പൊ അവർക്ക് മില്ലുകാർക്ക് കുത്തൂലി കൊടുത്താൽ മതി. 1977-78 കാലഘട്ടത്തിൽ ഞങ്ങൾ 6-ലും 7-ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ചെറുപ്പത്തിലെ തന്നെ എന്നെയും ജോസിനെയും എന്ത് ചെയ്യുന്നു വെച്ചാൽ കാസർഗോഡ്, കണ്ണൂർ, അതുപോലെ തന്നെ കോഴിക്കോടൊക്കെ അരി ഏറ്റിപ്പോക്കുണ്ട് അപ്പൻ. അരി മേടിച്ചു കൊണ്ടുപോയി വിൽപ്പന. അപ്പം ഞങ്ങളെ ഈ ലോറി കയറ്റി വിടും. പൈസ മേടിച്ച് കൊണ്ടുവരാൻ വേണ്ടി ഒരാൾ ഉടമസ്ഥൻ വേണമല്ലോ. അപ്പോൾ ഈ അറിയാവുന്ന ഒരാൾ വിടണ കൂടാതെ എന്നോട് പറയും, നീയും കൂടെ കയറിപ്പോയി ഇതൊക്കെ പഠിക്കി, അപ്പോഴാണ് ബിസിനസ് പഠിക്കണം, അല്ലാണ്ട് വീട്ടിലിരുന്നുകൊണ്ട് കാര്യം നിങ്ങൾ കുറേ ബുദ്ധിമുട്ടാൻ പറയും. അപ്പം ഞങ്ങൾ ഈ ലോറി കയറിപ്പോവും. എന്നിട്ട് അവിടുന്ന് ബസ്സിൽ കാശ് കൊണ്ടുവരും, കൈപ്പിടിച്ച് കൊണ്ടുവരും. ഉറങ്ങാതെ ഇരുന്ന് ട്രെയിനിലാണ് അന്ന് യാത്ര. ഏതാണ്ട് ഒരു 75 ആയപ്പോഴത്തേക്കും
ഫാദർ 2 റൈസ് മില്ല് വാടകയ്ക്ക് എടുക്കാൻ തുടങ്ങി. ഒരു 77 ആയപ്പോഴത്തേക്കും ഒരു റൈസ് മില്ല് സ്വന്തം ഒക്കൽ പ്രദേശത്ത് ഇട്ടു. ഒരു 80 കാലഘട്ടം ആയപ്പോഴത്തേക്കും വീണ്ടും ഒരു ചെറിയ റൈസ് മില്ല് അവിടെ അടുത്ത് തന്നെ ഒരു 1/2 കിലോമീറ്റർ അപ്പുറം ഒരെണ്ണം കൂടെ ഇട്ടു. അപ്പോൾ ഏതാണ്ട് 80 ആയപ്പോഴത്തേക്കും 2 റൈസ് മില്ല് സ്വന്തമായിട്ട് മോഡേൺ റൈസ് മില്ലല്ല കേട്ടോ, സാധാരണ കളം മില്ല് ഏതാണ്ട് ഒരു 30 ആക്കി 25 ആക്കി അരി പണിയാൻ 2 മില്ല് ഇടയും ഞങ്ങൾ അതിനോട് ചേർന്ന് നിൽക്കുകയും ഏതാണ്ട് 80 കാലഘട്ടം ആയപ്പോഴത്തേക്കും ഞാനും ജോസും ഒരാൾ ഒരു മില്ല് നടത്തി. ഒരാൾ ഒരു മില്ല് എന്ന് പറഞ്ഞാൽ അനിയൻ ജോസ് ഒരു മില്ല് നടത്തുന്നു, ഞാനൊരു മില്ല് വേറെ നടത്തുന്നു. അന്ന് തുടങ്ങി ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി തിരിച്ച് ഞങ്ങൾക്ക് മില്ല് നടത്താൻ സ്വതന്ത്രമായിട്ട് വിട്ടു വന്നു. അപ്പം അങ്ങനെ ഓരോരുത്തർക്ക് സ്വന്തമായിട്ട് 77 മുതൽ ഞങ്ങൾക്ക് ബിസിനസ് തിരിച്ചു തന്നു. അനിയൻ ബിസിനസ്സിൽ ആ കാലഘട്ടത്തിൽ അങ്ങനെ അനിയൻ ഒരു കുറച്ച് കാലം മുന്നേ മരിച്ചുപോയി, ഒരു അസുഖമൊക്കെ വന്നു. കുറേ കാലങ്ങളായി, ഏതാണ്ട് മരിച്ചു പോയിട്ട് ഒരു 22 വർഷമായിട്ടുണ്ട്. 2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും ഏതാണ്ട് 78, 79, 80 വന്നപ്പോഴത്തേക്കും അനിയനും ആൻ്റണിയും ബിസിനസ്സിലേക്ക് വന്നു. ആൻ്റണിക്ക് 2 റൈസ് മില്ല് വാടകയ്ക്ക് എടുത്ത് കൊടുത്തു. ആൻ്റണി സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അങ്ങോട്ട് ഏതാണ്ട് 80 തൊട്ട് ഒരു 88 വരെ ആ കാലഘട്ടത്തിൽ അന്നും ഏതാണ്ട് ഒരു 100-125 ചാക്ക് അരി ഞാനുണ്ടാക്കും. പക്ഷെ ആൻ്റണിയും ഏതാണ്ട് ഒരു 100 ചാക്കിൻ്റെ താഴെ ഉണ്ടാക്കും. മരിച്ചുപോയ അനിയനും ഏതാണ്ട് ഒരു 10-75 ചാക്ക് അരി ഇല്ലെങ്കിൽ ഒരു 50-60 ചാക്ക് അരി പുള്ളി ഉണ്ടാക്കും. കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും തന്നെ ഞങ്ങൾ അരി കൊണ്ടുപോയി വിൽക്കും, പൈസ മേടിക്കും. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ഒരു അരിയുടെ തന്നെ ഒരു വലിയ ഈ ഫാദറും 2 മില്ല് വാടകയ്ക്ക് എടുത്ത് അങ്ങനെ ഞങ്ങളൊരു 10-14 മില്ല് 1984 മുതൽ 90 വരെ ഞങ്ങൾ മില്ലുകൾ 84 മുതൽ 90 വരെ എന്ന് പറഞ്ഞാൽ സ്വന്തമായി 2 റൈസ് മില്ല്, ഒരു 5-6 റൈസ് മില്ല് വാടകയ്ക്ക്. അങ്ങനെ ഞങ്ങൾ 3 പേരും തിരിച്ച് റൈസ് മിൽ ബിസിനസ് തുടങ്ങി. ഫാദർ വേറെ തുടങ്ങി. അങ്ങനെ ഞങ്ങളൊരു കൂട്ടായിട്ട് അപ്പനും മക്കളും, കൊല്ലത്തൊക്കെ പറഞ്ഞാൽ അപ്പനും മക്കളും വന്നു ഇനിയും രക്ഷയില്ല എന്ന് പറയും. കാരണം കൊല്ലത്തെ മാർക്കറ്റിലെ മുഴുവൻ അരി ഞങ്ങളുടെയാണ്. 1993 മെയ് 25 ആയപ്പോഴത്തേക്കും കേരളത്തിലെ മധ്യ കേരളത്തിലെ തന്നെ ആദ്യത്തെ പാർബോയിൽഡ് മോഡേൺ റൈസ് മില്ല് പവിഴം ബ്രാഞ്ച് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞ് കേരളത്തിൽ മധ്യ കേരളത്തിൽ ഈ ബോയിലർ വെച്ചുകൊണ്ട് ഉള്ള കേരളത്തിലെ തന്നെ മധ്യ കേരളത്തിലെ ആദ്യത്തെ ബ്രാൻഡായ പവിഴം റൈസ് എന്ന് പറഞ്ഞ സ്ഥാപനം 1900 മെയ് 25 സമയം 3:30 അന്നത്തെ സ്പീക്കറായിട്ടിരുന്ന ശ്രീ PP തങ്കച്ചൻ സാറ് നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. അന്ന് അധ്യക്ഷനായിരുന്നത് ശ്രീ ബാബു ജോസഫായിരുന്നു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ. നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ബ്രാൻഡ് അന്ന് 93 മെയ് 25 ഈ പവിഴം കുഞ്ഞ് ജനിച്ചു. അതിനുശേഷം ഒരു ജൈത്ര യാത്രയാണ്. എന്തായാലും പവിഴത്തിൻ്റെ ആ ഉത്ഭവത്തെ പറ്റി ജോർജ് സാറ് വളരെ വളരെ വിശദമായിട്ടും വളരെ എന്താ പറയുക ഒരു വളരെ വികാരത്തോടു കൂടി തന്നെ ജൈത്ര യാത്രയിലേക്കാണ് ഇനി അടുത്ത് കിടക്കുന്നത്. അതെ അതെ, അപ്പോൾ ഞാൻ സാറിലേക്ക് വരാം. അപ്പോൾ ഇനി ഒന്ന് ആൻഡോ സാറിലേക്ക് വരികയാണ്. നിങ്ങൾ രണ്ടുപേരും സഹോദരങ്ങൾ, ഇതിനിടയിലുണ്ടായിരുന്ന ഒരു സഹോദരനെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു. പിന്നീട് ആൻഡോ സാറ് വന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ശരിക്കും പവിഴത്തിൻ്റെ ഒരു ഇനീഷ്യൽ ഹിസ്റ്ററിയെ പറ്റിയാണ് ജോർജ് സാറ് കൂടുതൽ പറഞ്ഞത്. ആൻഡോ സാർ അതിൻ്റെ അടുത്തൊരു ലെവൽ എങ്ങനെയായിരുന്നു പവിഴം പിന്നീടുള്ള യാത്ര? ഞാൻ പഠിത്തം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ്റെ കൂടാണ് ചെയ്തത്. അങ്ങനെ കൂടി മില്ലിൽ സഹായിക്കുകയും കാര്യങ്ങൾ ചെയ്തു. പിന്നെ മാർക്കറ്റിലേക്കൊക്കെ പോവുകയും പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ ആൾക്കാരായിട്ട് ഇടപഴകണ ഒരു ചാൻസാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് സാധിച്ചു. ഞങ്ങൾ പുതിയ രീതികൾ, മോഡേൺ രീതികൾ വരും. അന്ന് ട്രിച്ചിയിലൊക്കെയാണ് ഈ മിഷണറി മാനുഫാക്ചർ ഒക്കെ ഉള്ളത്. എഫ്സിയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള 1-2 പേരാണ് ഇതിലേക്ക് ആദ്യമായി തന്നെ ഇറങ്ങുന്നത്. അങ്ങനെ അവരൊക്കെ ആയിട്ട് ട്രിച്ചിയിൽ പോവുകയും, അന്ന് ട്രിച്ചി പോകുമെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ വലിയ അകലെ പോകുന്ന ഒരു രീതിയാണ്. അവിടെ ചെന്നു അവരൊക്കെ ആയിട്ട് കാണുകയും അതിൻ്റെ രീതികൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ 93
ഞങ്ങൾ മോഡേൺ റൈസ് മില്ല് ഇടാനുള്ള എൻ്റെ ധൈര്യം കിട്ടിയത് ഈ അവിടെ വിസിറ്റ് ചെയ്യുകയും അവരായിട്ടുള്ള സംഭാഷണത്തിൽ കൂടിയിട്ടാണ്. അങ്ങനെ നമ്മളവിടെ മോഡേൺ റൈസ് മില്ല് ഇടുകയും അങ്ങനെ ഒരു 2 കൊല്ലം കഴിഞ്ഞ് പിന്നെ തിരിയും ഒരു മില്ലും കൂടെ ഇട്ടു. അത് കഴിഞ്ഞ് ഒരു 5 കൊല്ലം കഴിഞ്ഞ് പിന്നെ തിരിയും ഒരു 2 റൈസ് മില്ല് ഇട്ടു. അങ്ങനെ തുടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങളൊരു സ്കീം സമ്മാന പദ്ധതികളൊക്കെ വെച്ചു. ഇങ്ങനെയൊക്കെ വെച്ച് കഴിയുമ്പോൾ ബ്രാൻഡായി നന്നായിട്ട് കയറി വന്നു. അങ്ങനെ ഞങ്ങൾക്ക് നല്ല ഡിമാൻഡ് ആയി. അന്നൊക്കെ ഗൾഫിലേക്ക് കുറേശ്ശെ കയറ്റി അയക്കാനുള്ള സാധ്യതകളൊക്കെ വന്നു. അങ്ങനെ വന്നപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ പഠനമാണല്ലോ, അപ്പോൾ ഇതിനുള്ള വൈദ്യുതികമായിട്ടുള്ള സാധ്യതകൾ ചെയ്യാം. അപ്പോൾ ഹസ്കിൽ നിന്നിട്ട് പവർ ജനറേഷൻ നമ്മൾ വെച്ചു. ഇതിൻ്റെ ഇടയിൽ മിസ്റ്റർ ആൻ്റണി ഒരു കാര്യം വിട്ടുപോയി. 99 വന്നപ്പോഴത്തേക്കും നമ്പ്യാട്ടുകുടി അഗ്രോ മിൽസ് ആൻഡ് നമ്പ്യാട്ടുകുടി അഗ്രോ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ 2 മോഡേൺ റൈസ് മില്ല് കൂടെയും പണിത് കഴിഞ്ഞു. 99 വന്നപ്പോഴത്തേക്കും 2000 വന്നപ്പോഴത്തേക്കും നമ്പ്യാട്ടുകുടി ഫുഡ് ആൻഡ് സ്പൈസസ് എന്ന് പറഞ്ഞ് 5ാമത് റൈസ് മില്ല് കൂടെയും പണിത് കഴിഞ്ഞു. അന്ന് അതങ്ങനെ പണിയാനുള്ള ഒരു പ്രചോദനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 5 വർഷത്തേക്ക് നമുക്ക് ടാക്സ് കൊടുക്കണ്ടായിരുന്നു. അതാണ് ആ മോഡേൺ റൈസ് മില്ലുകൾ പണിയാനുണ്ടായ ഒരു പ്രചോദനം. അന്ന് ഗവൺമെൻറ് അങ്ങനെ ഒരു വാഗ്ദാനം തരികയും അങ്ങനെ ബിസിനസ്സുകാരെ പ്രോത്സാഹിപ്പിക്കാനൊരു അവസരം ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഞങ്ങൾ മടിച്ചു നിന്നില്ല. പടപടാന്ന് 5 മോഡേൺ മില്ല് കൊടുത്തു. 93 തുടങ്ങിയിട്ട് 2000 ആയപ്പോഴത്തേക്ക് 5 മോഡേൺ മില്ല് തന്നെ ഓൾറെഡി പണിത് കഴിഞ്ഞു. ഞങ്ങൾ നന്നായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ നമ്മൾ തിരികെ അടുത്ത കപ്പാസിറ്റി ഇതിൻ്റെയൊക്കെ ഒരു ത്രിബിളായിട്ട് 50 ടണ്ണിൻ്റെ 2 വലിയ റൈസ് മില്ല്. അന്നൊക്കെ 20 ടൺ 10 ടണ്ണാണ് റൈസ് മില്ല് സാധാരണ. അപ്പോൾ അന്നത്തെ രീതിക്ക് 50 ടണ്ണിൻ്റെ 2 റൈസ് മില്ല് ഒരുമിച്ചിട്ടു. അപ്പോൾ അതിനോട് കൂടെ തന്നെ നമ്മൾ ഹസ്ക് യൂസ് ചെയ്തുകൊണ്ട് പവർ പ്ലാന്റ് ഇട്ടിട്ടുള്ള ഒരു മെഗാ പ്ലാന്റാണ് അന്ന് സ്റ്റാർട്ട് ചെയ്തത്. അത് സ്റ്റാർട്ട് ചെയ്ത് തിരികെ ഒരു 5 കൊല്ലോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 2004 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കപ്പാസിറ്റിയിൽ വെറുതെ ഇരുന്നില്ല. 100 ടണ്ണിൻ്റെ 5 മില്ലായിട്ടാണ് ഇട്ടു. അത് ഒരു സംഭവം തന്നെയാണ്. കേരളത്തിൽ ആരും ആ 100 ടൺ ഡ്രയർ ഇടാനുള്ള ഒരു ധൈര്യം ഇപ്പോഴും ഇട്ടിട്ടില്ല ആരും. കേരളത്തിൽ മാത്രമല്ല നമ്മൾ ഇട്ടു. അപ്പൊ അതിന് ഇന്ത്യയിൽ തന്നെ 100 ടണ്ണിന്റെ 5 റൈസ് മില്ല് ആന്ധ്ര, പഞ്ചാബ്, ഹരിയാന ഭാഗത്തല്ലാതെ വേറെ ഇന്ത്യയിൽ എവിടെ കർണാടകയോ തമിഴ്നാടോ കേരളത്തിലോ ഒരുപക്ഷെ കാണില്ല. ആ ഒരു ധൈര്യം ഞങ്ങൾ 2 പേരും കൂടി ഇപ്പോൾ ഉണ്ടായതാണത്. ദൈവം തന്ന ഒരു അനുഗ്രഹം. അങ്ങനെ നമ്മൾ ആന്ധ്രയിൽ വിസിറ്റ് ചെയ്യും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ മില്ലുകൾ കാണുകയും അതുപോലെ തന്നെ നമ്മളിവിടെ ഇടുകയും ചെയ്തു. ശരിക്കും ജപ്പാൻ, ജർമ്മനി, ബൂലർ, സെറ്റാക്കയാണ് ഇവരാണ് മിഷണറിയിൽ ഏറ്റവും നമ്മൾ ടൊയോട്ട കാർ എന്നൊക്കെ പറഞ്ഞാൽ അതേപോലെ നിൽക്കുന്നത്. താരതമ്യേന കോസ്റ്റ് കുറവും കുഴപ്പമില്ലാത്ത നല്ല മിഷണറി ആയിട്ടാണ് ഈ ചൈനയുടെ മിഷണറി ഉണ്ട്. അവിടെ നല്ലതുണ്ട്, കുറഞ്ഞതുമുണ്ട്. അപ്പോൾ അതിൽ തർക്കമില്ലാത്ത നല്ല മിഷണറിയാണ് ചില്ലാൻജി കമ്പനിയുടെ മിഷണറികൾ. അത് നമ്മൾ വാങ്ങുകയും 3 ടണ്ണിൻ്റെ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് റൈസ് മിൽ മിഷണറി കൊണ്ടുവന്നത് ഞങ്ങളാണ്. എൻ്റെ ഫ്രണ്ടും കൂടിയുണ്ട്, കോട്ടക്കൽ ആൻഡ് മൈൽമാർക്ക് റൈസ്. ഞാൻ ഫ്രണ്ട്സായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചൈനയിൽ പോയി. ഞങ്ങളത് മിഷണറി പുള്ളിയും ഒരെണ്ണെടുത്തു, ഞാനും ഒരെണ്ണെടുത്തു. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ കേരളത്തിൽ ഞങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തു. ഞങ്ങളത് റൺ ചെയ്തു. അന്ന് 3 ടണ്ണിൻ്റെ എടുത്തു. ഇന്നിപ്പോൾ ആദ്യം പിന്നെ ഞങ്ങൾ 5 ടണ്ണെടുത്തു. അത് കഴിഞ്ഞിട്ട് 12 ടണ്ണെടുത്തു. 12 ടണ്ണിൻ്റെ പിന്നെ ഇപ്പോൾ 3 പ്ലാന്റാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഞങ്ങളുടെ കൂടുതലും പ്ലാന്റുകൾ ചൈന പ്ലാന്റുകൾ തന്നെയാണ്. അതിലെടുത്ത് പറയുന്ന അവരുടെയൊക്കെ 12 ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ അരി ഒരു മണിക്കൂറിൽ 12 ടൺ അരി സോർട്ട് ചെയ്ത് കറുകിൽ കളഞ്ഞ് നുറുക്ക് കളഞ്ഞ് ക്ലീൻ ചെയ്ത് നല്ല കുട്ടപ്പന അരിയാക്കി എക്സ്പോർട്ട് ക്വാളിറ്റി ആക്കി പുറത്ത് വരുന്ന കാര്യമാണോ പറഞ്ഞാൽ വ്യക്തമാക്കി പറയാത്തതുകൊണ്ട് ഞാനത് പറയാൻ കാരണം. ഈ ടെക്നോളജിയുടെ ഒരു കാര്യത്തിൽ നമ്മൾ വിചാരിക്കും ഈ ജപ്പാൻ, ജർമ്മനി മാത്രമാണ് നിൽക്കുന്നത് എന്നുള്ള ആ ഒരു കൺസെപ്റ്റില് ഇവരെക്കാൾ കടത്തി പോയിട്ടുണ്ട് ചൈനക്കാർ. മൾട്ടി കളർ ഷോർട്ടസ്റ്റ് മിഷനറി, ആ മിഷനറി നമ്മളിവിടെ വാങ്ങി അതിവിടെ ഉപയോഗിച്ച് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. കോവിഡ് കാലത്ത് 4 ഒരേ സമയം മേടിച്ചതാണ്. അവരായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷന് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഓൺലൈനിലൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇപ്പോഴും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല എന്ന് പറയുകയാണത്. അങ്ങനെ നമ്മൾ ടെക്നോളജിയുടെ ഒരു പുറകെയാണ് നമ്മുടെ ഒരു കൂടുതൽ താല്പര്യമാണ്. അങ്ങനെ നമ്മുടെ ഹസ്കിൽ നിന്നിട്ട് പവർ ജനറേഷൻ നമ്മൾ എടുത്ത് പറയാവുന്നതാണ്. ഞങ്ങളുടെ വേസ്റ്റ് വാട്ടർ ഞങ്ങൾ ലോക്കൽ കുറേ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്കാണെങ്കിൽ കുറച്ച് വെള്ളം കൂടുതലുണ്ടായിരുന്നു.
അപ്പോൾ അത് ഞങ്ങൾ 100% ട്രീറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും അതിൻ്റെ ടെക്നോളജി NIST വഴിയായിട്ട് അജിത് ഹരിയ സാറ്, ഡോക്ടർ അജിത് ഹരിയാണ് ആ ടെക്നോളജി 2 കൊല്ലം പിടിച്ചു അതിൻ്റെ പിന്നാലെ വന്നത് ഡെവലപ്പ് 2 കൊല്ലം കൊണ്ട് 3 കോടി രൂപ മുടക്കിയാണ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പണിത്. നമ്മുടെ കംപ്ലീറ്റ് വെള്ളം നമ്മൾ ശുദ്ധീകരിച്ച് എയറോബിക് അനറോബിക് ട്രീറ്റ്മെന്റിൽ കൂടിയിട്ട് ശുദ്ധി ചെയ്ത് ഇപ്പോഴും ആ പ്ലാന്റ് റൺ ചെയ്ത് വരുന്നു. ബാൻഡ് സാറ് വാല്യൂ അഡീഷനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ ഈ വാല്യൂ അഡീഷന്റെ ഭാഗമായിട്ട് പിന്നീട് എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് നമ്മളിലേക്ക് ആഡ് ചെയ്തത്? വാല്യൂ അഡീഷൻ ആയിട്ട് അവല് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ആ അവല് നമ്മൾ റോസ്റ്റഡ് അവലായിട്ട് ഇന്നും മാർക്കറ്റിൽ, പഴം റോസ്റ്റഡ് അവൽ ഇന്നും മാർക്കറ്റിലുണ്ട്. നല്ല ക്രിപ്സി ആയിട്ട് നമുക്ക് റെഡി ടു ഈറ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നൈസായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മൾ നൈസ് അവലെന്നും പറഞ്ഞുകൊണ്ട് പറയുന്നത്. അത് ബട്ട അവലും ഉണ്ട്, വെള്ള അവലും ഉണ്ട്. പിന്നീട് അവല് കൂടാതെയും വേറെ കുറെ പ്രൊഡക്ട്സുകൾ പിന്നീട് വന്നല്ലോ. പിന്നെ എടുത്തു പറയാവുന്ന ഒരു ഐറ്റം ആണെന്നുണ്ടെങ്കിൽ പൊടിയേരി, ബ്രോക്കൺ റൈസ്. അത് ഏറ്റവും ഒരു ഇതാണ്. ഇന്ന് നമ്മുടെ ഒരു ഭക്ഷണശീലത്തിൽ കണ്ടമാനം കറികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും ഈ കറികളിൽ വളരെ കുറച്ച് കറി മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് സൂപ്പ് എന്ന് പറയാം, റൈസ് സൂപ്പ് എന്ന് തന്നെ പറയാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ തവിട് ഉള്ളത് കൊണ്ട് ആ തവിടും ഇതിവിടെ കൂടി കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നല്ലൊരു ഹെൽത്തി ഫീലിങ്സാണ് വരുന്നത്, നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഈ ബ്രോക്കൺ റൈസ് എന്നിട്ട് ഈ ബ്രോക്കൺ റൈസ് പ്രോസസ്സ് ചെയ്യുമ്പോൾ ബ്രോക്കണായി പോകുന്ന റൈസ് അല്ല നമ്മൾ കൊടുക്കുന്നത്, അത് കാറ്റിൽ ഫീഡിൻ്റെ പോണ. ഇത് സ്പെഷ്യലായിട്ട് ഇതിനു വേണ്ടി തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ റൈസിനെ നമ്മൾ പാർബോയിൽ ചെയ്ത് പ്രത്യേക രീതിയിൽ പ്രോസസ്സ് ചെയ്ത് ഡ്രൈ ചെയ്ത് അതിന് ബ്രോക്കൺ ആക്കുകയാണ്. അങ്ങനെ ബ്രോക്കൺ ആക്കിയിട്ട് നല്ല അരിനെ, നല്ല ഗ്രെയിനെ കട്ട് ചെയ്ത് ആണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ശരി, ജോർജ് സാറ് നേരത്തെ നമ്മുടെ ബിസിനസ്സിൻ്റെ തുടക്ക കാലഘട്ടത്തെ പറ്റി വളരെ വിശദമായിട്ട് പറഞ്ഞു. ഇന്നിപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഒക്കെ കാണുന്നതിൽ ഒരുപാട് ചെറുപ്പക്കാരൊക്കെ ബിസിനസ് രംഗത്തേക്കൊക്കെ വരുന്നവരുണ്ട്. അവർക്കെന്നും ഏറ്റവും കൂടുതൽ നിങ്ങളെപ്പോലുള്ള വ്യവസായികളിൽ നിന്ന് അറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യമുണ്ടോ? ഇത്രയും കാലം ഇപ്പോൾ ഒരു 50 വർഷത്തോളമായിട്ട് സാറൊക്കെ ബിസിനസ്സിൽ സജീവമായിട്ട് നിൽക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു അനുഭവത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്തതിൽ ഇന്നത്തേക്ക് പുതിയ സംരംഭകരോടായിട്ട് നമുക്ക് നൽകാനുള്ള ഏറ്റവും വലിയൊരു സന്ദേശം എന്താണ് ഒരു ബിസിനസ്സുകാരൻ എന്നുള്ളത്? നമ്മുടെക്ക് ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ധാരാളം തൊഴിലവസരങ്ങൾക്ക് അവസരമുണ്ട്. കേരള ഗവൺമെൻറ് ഇപ്പോൾ ഓരോ ചെറുകിട വ്യവസായ യൂണിറ്റുകളെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഉദാഹരണം പറഞ്ഞാൽ 1 കോടി രൂപയുടെ ഒരു എന്ത് വ്യവസായം തുടങ്ങിക്കോട്ടെ 30 ലക്ഷം രൂപ സബ്സിഡി കിട്ടും. ഈ കാനഡയ്ക്കും അമേരിക്കയിലേക്കും അയർലൻഡിലേക്കും എന്തിനാ പറക്കണേ? വ്യവസായങ്ങൾക്ക് ഉരുപ്പെട്ടി പ്രോത്സാഹനം തരുന്ന ഗവൺമെൻറ് നമ്മുടെ കയ്യിലിരിക്കാല്ലേ. അവരിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒത്തിരി ആനുകൂല്യങ്ങൾ, ഒത്തിരി വ്യവസായ നയം തന്നെ ഗവൺമെൻറ് നമുക്ക് വ്യവസായം ചെയ്യാനുള്ള പ്രോത്സാഹനമായി മാറി. അത് നമുക്കിപ്പോൾ വ്യവസായം തുടങ്ങണമെങ്കിൽ 5 മിനിറ്റ് മതി. ഒരു ക്യാഷ് ഷിഫ്റ്റിലൂടെ അപേക്ഷ കൊടുത്താൽ മതി. ആ അപേക്ഷ കൊടുത്ത് അതിൻ്റെ പേപ്പർ വർക്കുകൾ 3 കൊല്ലം കഴിഞ്ഞ് പൂർത്തീകരിച്ചാൽ മതി. നമുക്ക് ഏത് വ്യവസായം തുടങ്ങാം. അപ്പോൾ സാറ് നേരത്തെ പറഞ്ഞു നിർത്തിയത് നമ്മുടെ യാത്ര, അതിൻ്റെ അകത്ത് ഹസ്കിനെ പറ്റി പറഞ്ഞു, ബ്രാൻഡ് വരെ എത്തി നിൽക്കുകയാണ്. പിന്നീട് ഇന്ന് എന്തൊക്കെ പവിഴത്തിന് പുതിയ പ്രൊഡക്റ്റ് ലൈൻസ്? റൈസിന് നമ്മൾ റൈസ് പൗഡർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള പൗഡറാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പപ്പൊടി, പുട്ടുപൊടി, ദോശപ്പൊടി, ഇഡ്ഡലിപ്പൊടി, ഇങ്ങനെ ഇതൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് സ്നാക്സായിട്ട് ഉപയോഗിക്കാനായിട്ട് പൊടികൾ ഉണ്ടാക്കുന്നു. ഇത് 2 കൊല്ലം കാലം നമുക്ക് ഷെൽഫ് ലൈഫ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്പോർട്ടിന് എല്ലാവരും ഉപയോഗിക്കുന്നു. നമ്മുടെ മലയാളികൾ, വിദേശത്തുള്ള മലയാളികളെല്ലാം ഈ മലയാളി ആ തനിമ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ മലയാളി ഇവിടെ കേരളത്തിൽ ആ അരിഭക്ഷണം എന്നുള്ള ആ ഒരു ശീലം ഉള്ളതുകൊണ്ട് അവരും ഇത് തന്നെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് UK, US, കാനഡ, ഓസ്ട്രേലിയ, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇപ്പോൾ പവിഴം തന്നെയാണ് ഏറ്റവും ലീഡിങ് ഒരു ബ്രാൻഡായി ലീഡറായിട്ട് നിൽക്കുന്നത്. എത്ര രാജ്യങ്ങളിലുണ്ട് പവിഴം? ഞങ്ങളിപ്പോൾ 30ഓളം രാജ്യങ്ങളിൽ ഇപ്പോൾ കയറ്റി അയക്കുന്നു. ഇനിയും കുറെ രാജ്യങ്ങളിലൂടെ പോകാനുണ്ട്. അതിനുവേണ്ടി ശ്രമം നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അത് ഇനി അടുത്ത ഇതിലേക്ക് എന്താണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഡിവിഷൻസ് ഒക്കെ വന്നേക്കുന്നത്? പിന്നെ ഇപ്പോൾ ഇതിനകത്ത് വാല്യൂ അഡീഷനിൽ വന്നിട്ടുണ്ട് റൈസ് ബ്രാൻ ഓയിൽ. അത് ഏറ്റവും ഒരു പ്രസ്റ്റീജ് ഐറ്റമാണ്. ഇന്ന് ഇപ്പോൾ ഈ കുക്കിംഗ് ഓയിൽ ഇപ്പോൾ കുക്കിങ്ങിനൊരു മീഡിയയാണ് ശരിക്കും. അപ്പോൾ ആൾക്കാർക്ക് പലർക്കും ഒരു സംശയമുണ്ട്, ഇത്രയും ഓയിൽ ഇവിടെ കിട്ടുമോ ഇല്ല എന്നുള്ളത്. പക്ഷെ നമ്മുടെ പാർബ് ഓയിലിൽ 30% ഓയിലാണ് നമ്മുടെ തവിടിലുള്ളത്.
1 കിലോ തവിടിൽ 30% ഓയിലുണ്ട്. ഈ ഓയിൽ ഞങ്ങൾ സോൾവെൻ്റ് എക്സ്ട്രാക്ഷനും ഫിസിക്കൽ റിഫൈനറി വഴി എടുത്തിട്ട് എഡിബിൾ ഓയിലായിട്ട് എടുത്ത് നമ്മൾ ഇപ്പം നമ്മൾ പവിഴം റൈസ് ബ്രാൻ ഓയിലായിട്ട് മാർക്കറ്റ് ചെയ്യുന്നു. അത് കേരളത്തിൻ്റെ വിവിധ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. കൂടാതെ കുറച്ച് എക്സ്പോർട്ടും ചെയ്യുന്നു. ഇപ്പോൾ ജോർജ് സാർ ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ പാരൻസിൽ നിന്ന് തുടങ്ങി നിങ്ങളിലെത്തി. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ജനറേഷനൊക്കെ ബിസിനസ്സിലേക്ക് എത്തിയോ? അടുത്ത ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം മൂത്ത മകൻ ഓസ്ട്രേലിയയിൽ 2 വർഷം MBA അവിടുന്ന് ബിരുദം എടുത്ത്, റോബിൻ ജോർജ് എക്സ്പോർട്ടിൻ്റെ ഡിവിഷൻ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. മൂത്ത ആള് റോബിൻ എക്സ്പോർട്ടിൻ്റെ ഡിവിഷൻ. രണ്ടാമത്തെ ആള് റോയി ജോർജ് ഓൾ ഇൻ ഓൾ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പ്ലാന്റിലെ പല കാര്യങ്ങളും നോക്കും, കണക്കുകൾ നോക്കും, പിന്നെ എല്ലാ സെക്ടറിലും ഞങ്ങളെ ബിസിനസ്സിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാൻഡോ സാറിന്റെ ഫാമിലിയിൽ നിന്നുള്ള ബിസിനസ്സിലേക്കുള്ള എൻ്റെ ഫാമിലി മൂത്ത ആള് ഗോഡ്വിൻ ആൻ്റണി. പുള്ളി ഡിഗ്രി കഴിഞ്ഞിട്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങി M.Com ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിനൊപ്പം തന്നെ ചെയ്തു. കൂടാതെ ഇനിയിപ്പോൾ MBAക്ക് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഈ ഫീൽഡിൽ മാർക്കറ്റിങ്ങിലേക്കും ഓയിലിൻ്റെ ഡിവിഷനിലേക്കും ഒക്കെ എത്തിയിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പുള്ളി തനിച്ച് തന്നെ ഹോം കെയർ എന്നുള്ളൊരു ഫേം ഉണ്ടാക്കിയിട്ട് ഡിഷ് വാഷ് ഐറ്റങ്ങൾ, ക്ലീനിങ് ഐറ്റങ്ങളും വാഷിംഗ് സോപ്പും ഉണ്ടാക്കി അത് മാർക്കറ്റ് ചെയ്യുന്നു. കൂടാതെ റൈസിൻ്റെ വിവിധ കടകളിൽ ഒക്കെ പോവുകയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒക്കെ നോക്കുന്നു. പിന്നെ രണ്ടാമത്തെ ആള് ദുബായിൽ എനിക്ക് ഇത് കൂടാതെ തന്നെ ഒരു സൈഡ് ട്രാവൽ ഏജൻസി, ടാലൻറ്റ് ടൂർ ആൻഡ് ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട് ദുബായിൽ കിസൈസിൽ ട്രാവൽ ഏജൻസി ഉണ്ട്. അത് വിസയാണ് അവിടെ ഏറ്റവും സ്ട്രെങ്ത് ആയിട്ടുള്ളത്. നമുക്ക് 3500 വിസ കോട്ടയുണ്ട് രണ്ടാമത്തെ. അപ്പോൾ രണ്ടാമത്തെ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ നേരെ ഇപ്പോൾ ഒരു 3 മാസമേ ഉള്ളൂ അവിടെ CO ആയിട്ട് ചാർജ് എടുത്തു. ഇനി ഒപ്പം തന്നെ ഇനി അവിടെ MBA ചെയ്യാനുള്ള ചെയ്തുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ആള് UC കോളേജിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ പവിഴത്തിന്റെ ഒരു പുതിയ ഡിവിഷനും കൂടെയാണല്ലേ നമ്മുടെ മസാല സെഗ്മെന്റിലേക്ക്. അതിനെ പറ്റി ഒന്ന് പറയാം. പവിഴം കുക്ക് ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട് കറി മസാല മാർക്കറ്റിലേക്ക് ഇറക്കി. അതിന് നേതൃത്വം കൊടുത്തത് ചേട്ടൻ്റെ മോൻ റോയിയാണ്. അതിൻ്റെ പ്രത്യേക ഡിസൈനൊക്കെ ചെയ്ത് നന്നായിട്ട് ഇറക്കി. അതെല്ലാ കടകളിലും നന്നായിട്ട് എത്തിച്ചു. പവിഴത്തിൻ്റെ എല്ലാ കടകളിലും തന്നെ ഇപ്പോൾ അത് എത്തിച്ചു. അതിങ്ങനെ അടുത്തിടയ്ക്കാണ് അത് നല്ല പുതിയ പാക്കിംഗ് ഒക്കെ ആയിട്ട് ഇറക്കിക്കൊണ്ട് മാർക്കറ്റിലെത്തിയേക്കുന്നത്. അത് നന്നായിട്ട് സ്വീകാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ പവിഴത്തിന് ഉള്ള പ്രൊഡക്റ്റ് സെഗ്മെന്റുകളെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. ഇന്ന് എത്ര ഷോപ്പുകളിൽ പവിഴം ലഭ്യമാണ്? എന്തെങ്കിലും 20,000-ഓളം കേരളത്തിലെ ഷോപ്പുകളിൽ പവിഴം എത്തിയിട്ടുണ്ട്. ഇന്ന് എത്ര ആളുകൾക്ക് നമുക്ക് ജോലി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്? 1000-ഓളം ആൾക്കാർ ഞങ്ങൾക്ക് ഡയറക്റ്റ് ജോലി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കുറേ പേര് സീസണൽ ബേസ് ആയിട്ട് പാർട്ട് ടൈം ആയിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലേ? 500-ഓളം ആൾക്കാർ അത്തരത്തിലും വർക്ക് ചെയ്യണം. ഇന്നിപ്പോൾ നമുക്ക് എത്ര ഫാക്ടറി ഉണ്ട് ജോർജ് സാറേ? മൊത്തം ഒരു 7-8 ഫാക്ടറി. 8 ഫാക്ടറി മനസ്സിലായി. അപ്പം ഇനി എന്തൊക്കെയാണ് പവിഴത്തിൻ്റെ മുന്നോട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ? അതിനെപ്പറ്റി മുന്നോട്ട് ഏതൊരു വ്യവസായവും ഒരു കൺവെർഷനാണ്. ഇപ്പം നെല്ല് അരിയാക്കാം, അതിൻ്റെ വാല്യൂഡേഷൻ ആക്കാം, അതൊരു ബ്രാൻഡാക്കാം. ഇനി ബ്രാൻഡ് ആ ഇൻഫ്രാസ്ട്രക്ചർ നമ്മളെടുത്ത ആ എഫക്റ്റ് അത് സെയിൽ ചെയ്യുക. അത് നമുക്ക് ഒരു കാണാൻ പറ്റാത്ത ഒരു സെയിലാണല്ലോ. അതാണ് ചെയ്യുന്നില്ല. അതാണല്ലോ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ മൾട്ടിനാഷണൽ കമ്പനിക്കാരൊക്കെ വന്ന് അവർക്ക് പെട്ടെന്നൊന്നും ഇവിടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ചേർന്നുകൊണ്ട് അവരുടെ പ്രൊഡക്റ്റുകൾ വിൽക്കുക. അപ്പോൾ നമ്മളെടുത്ത എഫക്റ്റിന് ഒരു 7 ടൈമോ ഒക്കെ വില അതിൻ്റെ അടുത്ത് കിട്ടും. അങ്ങനെ ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് ആയിട്ട് ഒരു അരിക്കാർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കോർപ്പറേറ്റ് കമ്പനി രൂപീകരിച്ചു. അതിൻ്റെ കീഴിൽ ഈ കമ്പനികളൊക്കെ കൊണ്ടുവന്നിട്ട് ഒറ്റ സെല്ലിംഗ് പോയിൻ്റായിട്ട് വെക്കുകയാണ്. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ എല്ലാ കണക്കുകളും കിട്ടണം. അതിന് വേണ്ടിയിട്ട് സാപ്പിലാണ് ഇപ്പം ഞങ്ങളെല്ലാം ഇപ്പോൾ ചെയ്തത്. ടോട്ടൽ കമ്പനി അരിക്കാർ ഗ്രൂപ്പ് എന്നാണ് ഇനി. ടോട്ടൽ കമ്പനി ഇനി അരിക്കാർ ഗ്രൂപ്പിൽ കൂടിയിട്ടാണ് ഇനി സെയിൽ നടത്തുന്നത്. ഇനി അരിക്കാർ ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടാൻ പോണത്. പവിഴം അരിക്കാർ ഗ്രൂപ്പ്.
അപ്പോൾ അതിൽ നമ്മൾ സാപ്പ് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഇതേപോലെ നടത്തുന്ന വാല്യൂ അഡീഷനൊക്കെ നടത്തുന്ന മൾട്ടിനാഷണൽ കമ്പനിക്കാരെ നമ്മൾ ഇതിനകത്ത് ജോയിൻറ്റ് വെഞ്ചറായിട്ടോ അല്ലെങ്കിൽ ഇൻവെസ്റ്ററായിട്ടോ ചെയ്ത് തിരിയും ത്രിബിളും 10 ടൈമും ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് ഈസി ആയിട്ട് നമുക്ക് സാധിക്കും. റൈറ്റ്. അപ്പം അങ്ങനെ വലിയ ഉദ്ദേശ ലക്ഷ്യങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം പറയാൻ മറന്നുപോയി. അതായത് തവിട് കളയാത്ത മട്ടയരി നല്ല ആരോഗ്യപ്രദമായ നല്ല അരിയാണ്. അത് ഇറക്കിയിരിക്കുന്നത് കേരളത്തിലും അതുപോലെ വിദേശത്തും നല്ല പ്രിയമുണ്ട്, നല്ല ഓർഡർ ഉണ്ട്. ഇനി ഒരു കാര്യം കൂടെ വളരെ ഈ അടുത്ത നാളിലെ ഏറ്റവും ശ്രദ്ധേയ ഒരു കാര്യമാണ് ഈ ഓണക്കാലഘട്ടത്തിൽ ഒരു ഗിന്നസ് ഇവന്റ് ഒക്കെ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചൊക്കെ ട്രഡീഷണൽ കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. എന്നാൽ ഇന്നത്തെ ഡിജിറ്റൽ ടെക്നോളജിയും ഇതിൻ്റെ സാധ്യതകളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ജനകീയമായി അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിയ ഒരു അതിനെപ്പറ്റി ഒന്ന് പറയാമോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്നത്തെ കാലത്ത് എല്ലാവരും പറയും ജോലിക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടമാണ്. ഈ ജോലിക്കാർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്നുള്ള ഒരു കാര്യം കൂട്ടിയിട്ടുണ്ട്. അതിന് നമ്മൾ ശമ്പളം കൊടുത്താൽ മാത്രം പോരാ. അവർക്ക് നല്ല താമസ സൗകര്യം കൊടുക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം, അതുപോലെ നല്ല എൻ്റർടൈൻമെൻറ്റും കൊടുക്കണം, അതുപോലെ നല്ല ട്രെയിനിങ്ങും മോട്ടിവേഷനും ആവശ്യമാണ്. അപ്പോൾ ഞങ്ങൾ സ്ഥിരം ഒരു റെഗുലറായിട്ട് ഞങ്ങൾ മാർക്കറ്റിങ്ങിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഈ സമയത്ത് ഈ പ്രാവശ്യം 2 കൊല്ലമായിട്ട് ഇപ്പോൾ ഈ കോവിഡൊക്കെ വന്ന പിന്നെ ഇത് വളരെ കുറവായിട്ട്, അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നിന്നപ്പോൾ ഈ പ്രാവശ്യം ഒരു ഓണം നന്നായിട്ട് ആഘോഷിക്കണമെന്ന് തോന്നുകയും എല്ലാവരെയും പങ്കെടുപ്പിക്കണമെന്നുള്ളൊരു ഇത്. അപ്പോൾ വടംവലിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 20ഓളം ടീമുകൾ ഉണ്ടായിരുന്നു. എല്ലാ സെക്ഷനുകളിൽ നിന്നും ആൾക്കാരെ വെച്ചിട്ട് വടംവലി നടത്തി. അത് വലിയൊരു സംഭവം ഇതായിരുന്നു. അതേപോലെ ലേഡീസിന് കൂടുതൽ ഇതുവരെ മെഗാ തിരുവാതിര നടത്തി. എല്ലാവരും തന്നെ പങ്കെടുത്തു. പൂക്കള മത്സരം, അതേപോലെയുള്ള മത്സരങ്ങളും, കുപ്പിയിൽ വെള്ളം നിറച്ചോട്ടം, അങ്ങനെ തുടങ്ങി അങ്ങനെ എല്ലാ ട്രഡീഷണൽ ആയിട്ടുള്ള മത്സരവും നടത്തി. ഇതിലെല്ലാത്തിനും ഉപരിയായിട്ട് അപ്പോൾ ഞങ്ങൾക്ക് ഈ ഭായിമാർ കണ്ടമാനം ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അവർക്ക് പറ്റിയൊരു പണി നോക്കിക്കഴിഞ്ഞ് ഇപ്പോൾ ഏറ്റവും നല്ലത് നോക്കിയപ്പോൾ ഞങ്ങൾ പുലികളിയാണ്, ടൈഗർ ഡാൻസ്. അപ്പോൾ ഈ ടൈഗർ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് ഇതിനെല്ലാവർക്കും നമുക്ക് കോച്ചിങ്ങിന് നമ്മൾ സ്പെഷ്യലൈസ് ആളെ കൊണ്ടുവന്നാണ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ടൈഗർ ഡാൻസ് നമ്മൾ പഠിപ്പിക്കുകയും അവരുടെ ഡ്രസ്സ് കൊണ്ടുവരികയും ചെയ്ത് അവർ 500 ആൾക്കാരെ അണിനിർത്തിക്കൊണ്ട് നമ്മൾ ടൈഗർ ഡാൻസ് നടത്തി. അപ്പോൾ അങ്ങനെ നടത്തുന്ന ഞങ്ങൾ നെറ്റിലൊക്കെ നോക്കുമ്പോൾ ഇതൊന്നും ഇത്രയും വലുതാരും നടത്തിയിട്ടില്ല. നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ ഒരു വേൾഡ് റെക്കോർഡിന് നമുക്ക് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി. അതായത് ഞങ്ങൾ അവരോട് സമീപിക്കുകയും അവരവിടെ നിന്ന് അതിൻ്റെ ഫീസ് അടയ്ക്കാൻ പറയും. ഫീസ് അടയ്ക്കുകയും അവർ അമേരിക്കയിൽ നിന്ന് ഇവിടെ വരികയും ഇൻസ്പെക്ഷൻ നടത്തി ഞങ്ങൾക്ക് വേൾഡ് റെക്കോർഡിൽ, ഇപ്പോൾ നെറ്റിൽ നോക്കിയാൽ അറിയാം, വേൾഡ് റെക്കോർഡിൽ ഞങ്ങളുടെ ടൈഗർ ഡാൻസ്. അതെ. അപ്പോൾ എന്തായാലും നമ്മള് ഇത്രയും വർഷം 50 ഇനിയിപ്പോ ഞങ്ങൾ ആലോചിക്കുന്നത് മട്ടേരി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് പഴമാണ് വേൾഡില് നമ്പർ 1. ഇതിനൊരു റെക്കോർഡ് എങ്ങനെ സാധ്യമാക്കാൻ പറ്റും എന്നുള്ള ഒരു ആലോചനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ്രൂ സാറേ, എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ബിസിനസ്സുകാരോട്, ഇപ്പം നമ്മുടെ നാട്ടിൽ ഇത്രയും വർഷമായി ബിസിനസ് ചെയ്യുന്ന ഒരു വലിയ ഗ്രൂപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വം എന്നുള്ള നിലയിൽ എന്ത് സന്ദേശമാണ് അവർക്ക് കൊടുക്കാനുള്ളത്? എനിക്ക് ഇപ്പോൾ ഉള്ള ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നമ്മുടെ സാധ്യതകൾ നമ്മൾ പ്രയോജനപ്പെടുത്തുക. ഇതാണ് ഒരു വാക്കായിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും നല്ലത് ബിസിനസ് തന്നെയാണ്. ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് തീരുമാനിക്കാൻ നമ്മുടെ സമയവും കാര്യങ്ങളും എല്ലാവരും. അപ്പോൾ പറയും ഇതിനകത്ത് ബാധ്യത വരില്ലേ, പ്രശ്നം വരില്ലേ എന്ന് ചോദിക്കും. നമ്മളൊരു തൊഴിൽ ചെയ്താൽ നമുക്ക് കൂലി കിട്ടും, അതൊരു വാസ്തവമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ബിസിനസ് ചെയ്താലും അതിൽ വരുമാനം ഉണ്ടാവും. അപ്പോൾ അതിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ബിസിനസ് ചെയ്യണത് സന്തോഷം കിട്ടാനാണ് എന്ന് ആദ്യം നമ്മളൊരു ക്യാപ്ഷനായിട്ട് ചിന്തിക്കണം. ബിസിനസ് ചെയ്യുന്നത് സന്തോഷം കിട്ടാനാണ്. അപ്പോൾ സന്തോഷം കിട്ടണമെങ്കിൽ പണം വേണം. പണം വേണമെങ്കിൽ നമ്മൾ അഗ്രസീവായിട്ട് അതിൽ ഇൻവോൾവ്മെൻ്റ് ആയിട്ട് ജോലി ചെയ്യണം. ജോലി ചെയ്താലേ കൂലി കിട്ടുള്ളൂ. അപ്പോൾ ആ ജോലി ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ഏട്ടൻ പറഞ്ഞ മാതിരി നമ്മളിതിൽ സർവത്ര വ്യാപൃതനായിട്ടിരിക്കണം. അങ്ങനെ വ്യാപൃതനായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, നമുക്ക് നല്ലൊരു ഏണിങ്സ് ഉണ്ടാവും. എന്തായാലും നമ്മളിപ്പോൾ സംസാരിച്ചതും കേട്ടതും ഒക്കെ പവിഴം തുടങ്ങിയപ്പോൾ മുതൽ, പവിഴം എന്ന് പറയുന്ന ബ്രാൻഡിലെത്തുന്നതിന് മുമ്പ്
ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞു തുടങ്ങിയത്, ജോർജ് സാറ് പറഞ്ഞു തുടങ്ങിയത് നിങ്ങളുടെ ഫാദർ സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങൾ മുതൽ ഇന്ന് നമ്മളിപ്പോൾ ഈ ഗിന്നസ് റെക്കോർഡിൽ എത്തി നിൽക്കുന്നവരുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ. പിന്നെ ഇതൊരു വലിയ പ്രസ്ഥാനമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയമൊന്നും പോരാണ്ട് വരും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ. എന്നിരുന്നാലും പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺസ് ഒക്കെ നമ്മൾ സംസാരിച്ചാണ് മുന്നോട്ട് പോയത്. ഇനിയും ഒരുപാട് വലിയ പ്രതീക്ഷകളുമായിട്ടാണ് നമ്മുടെ പ്രസ്ഥാനം അരിക്കാർ ഗ്രൂപ്പിലെത്തി നിൽക്കുന്നതും. പ്രത്യേകിച്ച് മക്കളൊക്കെ ഇന്ന് ബിസിനസ്സിലേക്ക് വന്നു, അവരും അവരുടെ ഭാഗങ്ങൾ കൊണ്ടുപോകുന്നു. പിന്നെ ഇത് ഏറ്റവും ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നടത്തിയെടുക്കാനും വളരെ ഗംഭീരമായിട്ട് തന്നെ ലോകത്തെ എല്ലാ ഇന്ന് 30 രാജ്യങ്ങളിലുള്ളത് നാളെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും എത്താനുള്ള ഒരു വേഗതയിൽ അത് എത്തിച്ചേരാൻ സാധിക്കട്ടെ. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം ഇവിടെ വന്നെത്തിയതിനും പവിഴം പോലൊരു വലിയ പ്രസ്ഥാനത്തെ നമ്മുടെ ടേണിംഗ് പോയിന്റിൻ്റെ പ്രേക്ഷകർക്കായിട്ട് ആ കഥയെല്ലാം പങ്കുവച്ചതിനും വളരെ നന്ദി. താങ്ക് യു സോ മച്ച്.